തൃശ്ശൂരിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തൃശ്ശൂരിൽ കാട്ടാനയെ അവശനിലയിൽ കണ്ടെത്തി. ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിപ്പേരുള്ള ആനയാണ് അവശനിലയിലായത്. രാവിലെ പുഴയിൽ നിന്നും കയറി വന്ന ആന നടക്കാനാവാതെ തോട്ടത്തിൽ കിടക്കുകയായിരുന്നു. അതേസമയം പ്രഥമ ദൃഷ്ടിയിൽ ആനയ്ക്ക് പരിക്കുകളൊന്നും കാണുന്നില്ല എന്നാണ് വനപാലകർ പറയുന്നത്. ആസിഫ് മുഹമ്മദ് ഉണ്ട് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകാനായി. ആസിഫ, ആനയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ആന ഇപ്പോഴും അതേ സ്ഥലത്ത് തന്നെ ഉണ്ടോ? തീർച്ചയായും ഈ മണിക്കൂറുകളായി ഈ ഒരു പ്രദേശത്ത് മാത്രം ആന നിലയുറപ്പിക്കുകയും പിന്നീട് അല്പസമയം നിൽക്കുകയും പിന്നീട് മണിക്കൂറുകളോളം ആന ഇങ്ങനെ കിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ മുതൽ തന്നെ ഈ ആന ഒരു അവശ്യ നിലയിലാണ് എന്നൊരു സംശയത്തിലാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ. ഇന്നലെ വനപാലകർ എത്തി പ്രാഥമികമായി നോക്കിയപ്പോൾ വലിയ പരിക്കുകളോ മറ്റോ കാണുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആന ഉൾക്കാട്ടിലേക്ക് കയറിപ്പോകാനോ മറ്റോ ചെയ്യാതെ ഈ ഒരു പ്രദേശത്ത് മാത്രം ഇങ്ങനെ നിലയുറപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഈ ഒരു നമ്മൾ വന്ന സമയത്ത് അവിടെ കിടക്കുകയായിരുന്നു. എന്നാൽ ഈ ആന ഇത്രയും അടുത്ത ആളുകൾ എത്തിയിട്ട് പോലും ആന മുമ്പിലേക്ക് പോകാനോ മറ്റോ തയ്യാറാകുന്നില്ല. അല്പം നടന്നാൽ പോലും വീണ്ടും അവിടെ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ആനയ്ക്ക് നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ മുതൽ തന്നെ നാട്ടുകാർ പറയുന്നത് മണിക്കൂറുകളോളം ഈ ഒരു ആന ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ നിലയുറപ്പിക്കുകയാണ്. എന്താണ് അതിൻ്റെ ഒരു ആരോഗ്യ പ്രശ്നം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയില്ല. അതിന് ഇനി ഡോക്ടർമാരും വനപാലകരും അടക്കം എത്തി പരിശോധിച്ചാൽ മാത്രമാണ് അത് വ്യക്തമാകുകയുള്ളൂ. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാരടക്കം ഈ ഒരു ആശങ്കയിലുണ്ട്. കാരണം എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് കൃത്യമായി അറിയാം. നമ്മൾ വന്ന സമയത്ത് ഇത് കഴിഞ്ഞ മണിക്കൂറുകളായി ഇത് ഇങ്ങനെ കിടക്കുകയായിരുന്നു. നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം, ഈ ആന ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് നേരത്തെ കണ്ടിട്ടുണ്ടോ? നേരത്തെ കണ്ടിട്ടില്ല. ഇന്നലെ മുതലാണ് ഇതിന് ആവശ്യത തോന്നിയത്. അതായത് പുഴയിൽ നിന്ന് വെള്ളം കുടിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു. ആ സമയം ഇടയ്ക്ക് കിടക്കും. അപ്പൊ നമുക്ക് തോന്നും ആന ചെരിഞ്ഞാന്ന് തോന്നും, അനങ്ങാണ്ട് കിടക്കും. പിന്നെ കുറെ സമയം കഴിയുമ്പോൾ ഇതുപോലെ മണ്ണ് മെതിക്ക് വാരിയിട്ട് അത് ഇങ്ങനെ നിൽക്കും. പിന്നെ കുറെ നേരം കിടക്കും. അപ്പൊ ആവശ്യത ഇരണ്ടക്കെട്ടാണോ എന്താണോ അസുഖം എന്ന് ഇനിയിപ്പോ ഫോറസ്റ്റ് ഡോക്ടർമാർ വന്നിട്ട് അത് അടുത്ത് പോയിട്ട് അങ്ങനെ പരിശോധിക്കുക, മയക്കുവെടി വെച്ചിട്ട് ഇതിനെ പരിശോധിക്കേണ്ടി വരും. എന്തോ ഇരണ്ടക്കെട്ടോ എന്തോ സംഭവമാണ്. കാരണം ഇവിടെ ഈ കോട്ടേഴ്സുകളുടെ ഒക്കെ തൊട്ടടുത്താണല്ലോ ഇതിപ്പോ എത്ര. ഇത് ഒരു ആന വന്ന് ഇതിന്റെ കൂട്ട് നിന്നിട്ട് പോയി. അത് ബൗണ്ടറിക്ക്, അതാണ് ഫോറസ്റ്റ് ബൗണ്ടറി. ഇതാണ് പന. അപ്പൊ അവിടെ ഒരു ആന മാറി നിൽക്കുന്നുണ്ട് അതിന്റെ ഉള്ളില്. അപ്പൊ ഇത് ഇങ്ങനെ കുറെ നേരം അനങ്ങാണ്ട് കിടക്കും. പിന്നെ എഴുന്നേറ്റ് മണ്ണ് വാരി ഇടാം. അപ്പൊ എന്തോ ഇതിന് കാര്യമായ പറ്റിയിട്ടുണ്ട് സംഭവം. ഇത് ഇന്നലെ മുതൽ ഇതേ അവസ്ഥയാണല്ലേ? ഇന്നലെ മുതലാണ് അവസ്ഥ. ഇത് ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആനയാണ് ഇത് സംഭവം. അപ്പൊ ഇത് വെള്ളം കുടിച്ച് പുഴയെന്ന് വന്നിട്ട് ഇത് കയറി പോയിട്ടില്ല. ഇന്നലെ മുതൽ ഇവിടെ കറങ്ങാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഈ ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്നത് ഈ ആനയാണോ? നമ്മുടെ ആ ഒരു സ്ത്രീ മരിച്ചത് പിറ്റേ ദിവസം ഇറങ്ങി ഇത് ആ പരിസരത്തുണ്ടായിരുന്നു. പരിസരത്തുണ്ടായിരുന്ന ആനയാണ് ഇത്. ഗണപതി എന്നാണ് ഇതിനെ എല്ലാവരും വിളിക്കുന്നത്, അറിയപ്പെടുന്നത്. ഞാനിവിടുത്തെ ഒരു തൊഴിലാളിയാണ്. തോട്ടം തൊഴിലാളിയാണ്. അപ്പൊ നിങ്ങളൊന്നും ഇങ്ങനെ ഇത് നിലയുറപ്പിക്കുന്നത് ഈ ഒരു അവസ്ഥ കണ്ടിട്ടേ ഇല്ല? ഇതുപോലെ ഒരു അവസ്ഥ കണ്ടിട്ടില്ല. ഇപ്പൊ ഇത്ര നേരം ഈ ആന കിടക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു അത് തീർന്നു എന്നുള്ള സംഭവമായിരുന്നു. അനക്കമുണ്ടായില്ല. ഇപ്പൊ എഴുന്നേറ്റ് ഈ മണ്ണ് വാരി ഇടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. തീർച്ചയായും ജിൽസി, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ആനിങ്ങനെ നിലത്ത് കിടക്കുകയായിരുന്നു. ആളുകൾ അത് യാതൊരു അനക്കവുമില്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ വന്ന സമയത്തും ആന കിടക്കുകയായിരുന്നു. അല്പം മുമ്പാണ് വീണ്ടും ആന എഴുന്നേറ്റത്. പക്ഷെ ആന എങ്ങോട്ടെങ്കിലും നീങ്ങിപ്പോകാനോ മറ്റോ തയ്യാറാവുന്നത് ആ ഒരു പ്രദേശത്ത് തന്നെ നിന്നുകൊണ്ട് ഈ ശരീരത്തിലേക്ക് മണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിലയുറപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ജനവാസ മേഖലയിലടക്കം ഇറങ്ങിയ ആനകളുടെ കൂട്ടത്തിൽ ഈ ആന ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് വനപാലകർ ഈ ഉള്ളിലേക്ക് തുരത്തുകയായിരുന്നു. ഈ എണ്ണപ്പനത്തോട്ടത്തിൽ ഒരു മിക്കപ്പോഴും എണ്ണപ്പനത്തോട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകാറുള്ളതാണ്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും ഇത് നേരത്തെ തന്നെ ഈ കൃഷിയെ നശിപ്പിക്കുക മറ്റും അത്തരത്തിലൊരു ആരോപണം അടക്കം ഈ ആനയുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും എന്താണ് ഇതിന് സംഭവിച്ചതെന്ന് അറിയില്ല. അതിൻ്റെ തുമ്പിക്കൈയുടെ ഭാഗത്ത് ചെറിയ പരിക്കുകളുണ്ടോ എന്നൊരു സംശയമൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ
പ്രഥമ ദൃഷ്ടിയാൽ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ ഇല്ല എന്നുള്ള കാര്യമാണ് ഇന്നലെ വന്ന് പരിശോധിച്ചപ്പോൾ വനപാലകർ പറയുന്നത്. കാരണം ഇന്നലെ രാവിലെയാണ് ഈ ആന പുഴയിൽ നിന്ന് കയറി വന്ന ആന നടക്കാനാവാതെ തോട്ടത്തിൽ കിടക്കുകയായിരുന്നു മണിക്കൂറുകളോളം. ഇന്നലെ ആ ഒരു സമയത്ത് ആളുകൾ ഒച്ചവെച്ച സമയത്ത് സമാനമായ രീതിയിൽ ആന കുറച്ചു നേരം നടക്കുകയും പിന്നീട് അവിടെ തന്നെ കിടക്കുകയും ചെയ്തു. ഇന്നലെ മുതൽ തന്നെ ഒരു കൂട്ടത്തിൽ മറ്റൊരു ആനയും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ആനയുടെ സാന്നിധ്യം ഈ അടുത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ആന ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയും എണ്ണപ്പനത്തോട്ടമാണ് അതിൻ്റെ തൊട്ടടുത്ത് ഈ തൊഴിലാളികളടക്കം താമസിച്ചിരുന്ന കുറച്ച് ലയങ്ങൾ ഒഴിവായി പോയതാണ്. മറ്റ് ഇപ്പോഴും താമസിക്കുന്ന ലയങ്ങളടക്കം ആന നിൽക്കുന്നതിന് ഒരു 50 മീറ്റർ അടുത്ത് തന്നെ അത്തരത്തിൽ തൊഴിലാളി ലയങ്ങളടക്കമുണ്ട്. ആ ഒരു പ്രദേശത്താണ് ഈ ആന ഇപ്പോഴും നിലയുറപ്പിച്ച് നിൽക്കുന്നത്. എന്തായാലും അത് അവശതയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം കാട് കയറി പോകാനോ അല്ലെങ്കിൽ ഈ ആളുകളുടെ അടക്കം സാന്നിധ്യം ഇത്രയും അടുത്തുണ്ടായിട്ട് പോലും ആന ഉൾക്കാട്ടിലേക്ക് പോകാനോ നടക്കാനോ ഒന്നും തയ്യാറാകാതെ ഇപ്പോൾ എന്തായാലും നിലയുറപ്പിക്കുകയാണ്. എന്തായാലും ഇനി വെറ്റിനറി ഡോക്ടർ അടക്കം എത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും ആനയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നിലവിൽ നമുക്ക് വ്യക്തമല്ല. ഇന്നലെ പ്രാഥമികമായ പരിശോധനയിൽ നമുക്ക് നോക്കുമ്പോഴും ശരീരത്ത് എന്തെങ്കിലും വലിയ പരിക്കുകളോ മറ്റോ കാണാനും ഏതായാലും ഇല്ല. എന്തായാലും ഇപ്പോഴും ആന ഈ എണ്ണപ്പനത്തോട്ടത്തിന്റെ ശരി ആസിഫ്, എന്തായാലും കൂടുതൽ വിദഗ്ധ ചികിത്സ തന്നെ വേണ്ടിവരും, അല്ലെങ്കിൽ ഒരു വിദഗ്ധ വ്യക്തി എന്താണ് ആനയ്ക്ക് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധന തന്നെ വേണ്ടിവരും. പുറത്ത് പരിക്കുകളൊന്നും കാണാനില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക്